ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ഭാഗത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ ഈ ഭാഗത്ത് നിന്ന് SCERT ചോദ്യപേപ്പറുകൾ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ 10ാം ക്ലാസ്സിൽ ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് മുന്നത്തെ എക്സാമുകൾക്ക്, അതായത് ക്രിസ്മസ് പരീക്ഷയ്ക്കും ഫൈനൽ എക്സാമിനൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ദിവസങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഓൾറെഡി നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ക്ലാസ് കണ്ട്, അതായത് ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം ചോദ്യങ്ങൾ കാണുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാർക്കൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് പല സോഴ്സുകളിൽ നിന്നായിട്ട് കിട്ടുന്ന ചോദ്യങ്ങൾ നമ്മളോട് എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ റിഫ്രാക്ഷനായിട്ട് ബന്ധമില്ലാത്ത ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മളൊരു ഫിഷ് ടാങ്കിൻ്റെ ബോട്ടം മോളിൽ കാണുന്നതായിക്കോട്ടെ, സൂര്യൻ ഉദിക്കുന്നതിന് അസ്തമിക്കുന്നതിന് മുന്നേ കാണുന്നതായിക്കോട്ടെ, നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, റിഫ്രാക്ഷൻ്റെ എഫക്റ്റാണ്. എന്നാൽ ഫോർമേഷൻ ഓഫ് ഇമേജ് ബൈ എ മിറർ, കണ്ണാടിയിൽ ഒരു ഇമേജ് കാണുന്ന സത്യത്തിൽ എന്തല്ല, അത് റിഫ്രാക്ഷൻ അല്ല, നമുക്കറിയാം അതെന്താണത്, അത് റിഫ്ലക്ഷനാണ് അല്ലേ. അതെന്താണ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ എന്താണ്, റിഫ്രാക്ഷനായിട്ട് നോട്ട് റിലേറ്റഡ്, ബന്ധമില്ലാത്തതാണ്. ഉത്തരം ഏതാണ്, സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ റയറർ മീഡിയം ടു enters into a rarer medium from a denser medium, then it bends away from the normal towards the normal, move in a straight line without deviation, none of the above ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യം കൃത്യമായി വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഉത്തരം എഴുതാൻ നിൽക്കുക. ഇവിടെ നോക്കിയേ, when a ray of light enters into a rarer medium എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു റെയറർ മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്യുന്നു. ഫ്രം എവിടെ നിന്നിട്ടാണ്, ഡെൻസർ മീഡിയത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്നും ലൈറ്റ് എന്ത് ചെയ്യാണ്, റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലൈറ്റ് പോകുന്നത് ഡെൻസിൽ നിന്ന് റെയറിലാണെങ്കിൽ അത് നോർമലി പോകേണ്ട പാത്തിൽ നിന്ന് എവേ ആയിട്ട് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്, ബെൻഡ് എവേ ഫ്രം ദ നോർമലാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ലൈറ്റ് റേ എൻറ്റേഴ്സ് ഫ്രം വാട്ടർ മീഡിയം ഫ്രം എയർ ബെൻഡ് ഡാഷ് ദ നോർമൽ എന്ന് വെച്ചാൽ എന്താ, വെൻ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഇൻ ടു വാട്ടർ. അപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, എങ്ങോട്ടാണ് എൻ്റർ ചെയ്യുന്നത്, വാട്ടറിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. എവിടെ നിന്നാണ് എൻ്റർ ചെയ്യുന്നത്, എയറിൽ നിന്നാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആരാ റെയർ മീഡിയം, എയർ ആണ് റെയർ മീഡിയം, വാട്ടറാണ് എന്താ, ഡെൻസർ മീഡിയം. അപ്പോൾ സിമ്പിളായിട്ട് ലൈറ്റ് ഒരു റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസ് മീഡിയത്തിൽ പോകുമ്പോൾ എന്ത് ചെയ്യും എന്ന ചോദ്യം തന്നെ ഇവിടെ ഒന്ന് വളച്ച് തിരിച്ച് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എ റെയർ മീഡിയം ടു എ ഡെൻസ് മീഡിയം ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, ബെൻഡ് ടുവേർഡ്സ് ദ നോർമലാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്, ബെൻഡ് ടുവേർഡ്സ് ദ നോർമലാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വാട്ട് ഈസ് റിഫ്രാക്ഷൻ, വാട്ട് ആർ ദ കോസസ് ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ എന്താ റിഫ്രാക്ഷൻ, ലൈറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ള ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ലൈറ്റിന് പാത്തിനുണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. വെൻ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ദെൻ ഇറ്റ് ഡീവിയേറ്റ്സ് ഫ്രം ഇറ്റ്സ് ആക്ച്വൽ പാത്ത്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ദ കോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഓരോ മീഡിയത്തിലും ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഡെൻസർ മീഡിയത്തിൽ അത് കുറവായിരിക്കും, റെയർ മീഡിയത്തിൽ അത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്പീഡ് വ്യത്യാസം കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നുകിൽ സ്ലോ ഡൗൺ ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്പീഡ് കൂടും. അപ്പോൾ ഈ കാരണം എന്തുണ്ടാകുന്നത്, റിഫ്രാക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഡിഫൈൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണത്, ലൈറ്റിൻ്റെ ഒരു മീഡിയത്തിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എന്തെന്ന് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്കത് എങ്ങനെയാണ് കിട്ടുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റേഷ്യോ സ്പീഡ് ഓഫ് ലൈറ്റ് ട്രാവൽസ് ഇൻ ടു ഡിഫറൻറ്റ് മീഡിയ അല്ലേ. എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയത്തിനെ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിവിടെ എൻ തിരിച്ച് മ്യൂ എന്നാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നിങ്ങളത് എന്നു വായിച്ചാൽ മതി. ഓക്കെ, എൻ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഇസ് റേഷ്യോ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ടു ഡിഫറൻറ്റ് മീഡിയം അല്ലേ. N12 എന്ന് പറഞ്ഞാൽ എന്താണത്, അത് V2/V1 ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഫിഗർ ഗിവൺ ബിലോ ഷോസ് റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ടു ഡിഫറൻറ്റ് മീഡിയ, ചൂസ് ദ കറക്റ്റ് ഇമേജ്. ഇതിൽ ഏതാ കറക്റ്റ് ഇമേജ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ റെയർ മീഡിയം ഏത്, ഡെൻസ് മീഡിയം. നമ്മുടെ ഈ ലെറ്റസ് അസസ് എന്ന ഭാഗത്തിനകത്ത് ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. എന്താണ്, ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോൾ ലൈറ്റ് ടുവേർഡ്സ് നോർമലായിട്ടാണ് ഇവിടെ ബെൻഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് കറക്റ്റാണോ, അല്ല.
കാരണം ഇവിടെ ഗ്ലാസ് എന്ന് പറയുന്നത് ഡെൻസർ മീഡിയവും എയർ എന്ന് പറയുന്നത് ഒരു റെയർ മീഡിയം ആയതുകൊണ്ട് തന്നെ എവേ ഫ്രം ദ നോർമലാണ് ബെൻഡ് ചെയ്യണത്, പക്ഷേ ഇവിടെ ടുവേർഡ്സ് ദ നോർമലാണ്. അപ്പോൾ പിക്ചർ ഒന്ന് തെറ്റ്. പിക്ചർ 2 നോക്കിയേ. ലൈറ്റ് എന്ന് പറയുന്നത് എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ എയറാണ് ഇവിടെ റെയർ മീഡിയം, ഗ്ലാസ് ആണ് എന്തെന്ന് പറയുന്നത് ഡെൻസ് മീഡിയം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നോർമലി എന്താ ചെയ്യേണ്ടത്? ടുവേർഡ്സ് ദ നോർമൽ ബെൻഡ് ചെയ്യണം, പക്ഷേ ഇവിടെ എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്തേക്കാണ്, അതും തെറ്റ്. ഇവിടെ ഗ്ലാസ് എയർ, നമുക്കറിയാം ഗ്ലാസും എയറും വരുമ്പോഴത്തേക്കും എയറാണ് റെയർ മീഡിയം, ഗ്ലാസ് ആണ് എന്ത് ഡെൻസ് മീഡിയം. അപ്പോൾ ഡെൻസിൽ നിന്ന് റെയറിൽ പോകുമ്പോൾ എവേ ഫ്രം ദ നോർമലാണ് ബെൻഡ് ചെയ്യേണ്ടത്, ഇവിടെ എവേ ഫ്രം ദ നോർമലാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്. സോ മൂന്നാമത്തെ പിക്ചർ ശരിയാണ്. എങ്കിലും നാലാമത്തെ കൂടെ ഒന്ന് നോക്കാം. ഇവിടെ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ് വരുന്നത്. സോ എയർ എന്ന് പറയുന്നത് റെയർ മീഡിയം ആണ്, ഗ്ലാസ് എന്ന് പറയുന്നത് ഡെൻസ് മീഡിയം ആണ്. പക്ഷേ ഇവിടെ ലൈറ്റ് എന്താ സംഭവിച്ചിരിക്കുന്നത്? എവേ ഫ്രം ദ നോർമൽ ബെൻഡ് ചെയ്തേക്കാണ്. ഈ പിക്ചറിൽ കറക്റ്റ് ഉത്തരം വരേണ്ടത് എങ്ങനെയാണ്? 90 ഡിഗ്രി അല്ലേ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്ന് വീഴുന്നതെങ്കിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ ലൈറ്റ് എന്ത് ചെയ്യും? അതേ പാത കൂടെ തന്നെയാണ് പാസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അതങ്ങനെയല്ല കൊടുത്തേക്കുന്നത്, അപ്പോൾ തെറ്റാണ്. സോ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് പിക്ചർ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അനലൈസ് ദ ഫോളോയിങ് ടേബിൾ ആൻഡ് റൈറ്റ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഒരു മീഡിയം തന്നിട്ടുണ്ട്, അതിൽ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. വാക്യൂമിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വാട്ടറിലത് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഗ്ലാസ്സിലത് 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ മീഡിയം വിച്ച് ഹാസ് ദ ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയം? നമുക്കറിയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം എന്ന് പറഞ്ഞാൽ ഏത് മീഡിയത്തിലാണോ ലൈറ്റിൻ്റെ വെലോസിറ്റി കുറവ് അതാണ് ഡെൻസർ മീഡിയം. ഇവിടെ നമുക്കറിയാം 3-നേക്കാളും ചെറുതാണ് 2.25, അതിനേക്കാളും ചെറുതാണ് 2. സോ ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിലാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിലാണ് ഇവിടെ വെലോസിറ്റി കുറവ്, അതുകൊണ്ട് അവിടെയാണ് ഡെൻസിറ്റി കൂടുതൽ. സോ ഇതിലുള്ള ഡെൻസർ മീഡിയം ഏതാണ്? ഗ്ലാസ് ആണ് നമ്മുടെ ഉത്തരം. കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്നായിരിക്കും. തിരിച്ചാണ് വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എന്ന് വെച്ചാൽ 2.25/2, മുകളിലും താഴെയും ഇൻറ്റു 10⁸ ഉണ്ട്. മുകളിലും താഴെ 10⁸ പരസ്പരം വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2.25/2 എന്നാണ് വരുന്നത്. ഓക്കെ, 2.25/2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1 കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എത്രയാണ്? 1.125 ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം ഗ്ലാസ് ആണ്. 1.125 ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം? സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എയറുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വാക്യൂമുമായിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ ഡിഫറൻറ്റ് മീഡിയ ഈസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഫിഗർ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കാണുന്ന ചോദ്യങ്ങളെല്ലാം മുൻ വർഷങ്ങളിൽ നമ്മുടെ 10ാം ക്ലാസ് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. ചോദ്യ പേപ്പറിൻ്റെ കട്ടൗട്ടാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ക്ലാരിറ്റിക്ക് ചെറിയൊരു കുറവുള്ളത്. അപ്പോൾ ഒരു തവണ SCRT ചോദ്യ പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും എന്ത് ചെയ്യും? വരാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ ഡിഫറൻറ്റ് മീഡിയ ഈസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഫിഗർ. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലൈറ്റ് ഗ്ലാസ്സിൽ നിന്ന്, അതായത് ഒരു ഡെൻസർ മീഡിയമായ ഗ്ലാസ്സിൽ നിന്ന് റെയർ മീഡിയം ആയിട്ടുള്ള എയറിലോട്ടാണ് പോകുന്നത്. സോ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. ഒന്നാമത്തെ ഫിഗറിനകത്ത് ലൈറ്റ് അപ്പുറത്തെ മീഡിയത്തിൽ പോകുന്നു. രണ്ടാമത്തെ മീഡിയത്തിനകത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് മാറുന്നു. മൂന്നാമത്തെ പോയിന്റിൽ തിരിച്ച് അതേ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ച് വരുന്നു. സോ എന്തിനെ പറ്റി അവിടെ പറയുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ചോദ്യം നോക്കാം, ഫൈൻഡ് ഔട്ട് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ ഗ്ലാസ്. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ഏതൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആകുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 42 ഡിഗ്രിയാണ് ഇവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ. വിച്ച് ഫിഗർ റെപ്രസെൻറ്റ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? മൂന്നാമത്തെ ഫിഗർ അല്ല, ഇതാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാണിക്കുന്നത്. കാരണം 45 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, 42-നേക്കാളും കൂടുതലാണ്. സോ ഹിയർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. സോ ദ ലൈറ്റ് വിൽ ബെൻഡ് അല്ലെങ്കിൽ ലൈറ്റ് വിൽ റിഫ്ലക്ട് ദ സെയിം മീഡിയം. അപ്പോൾ എന്ത് വിളിക്കാം? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം. 3, എക്സ്പ്ലെയിൻ ഹൗ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗ്ലാസ് ബൈ റെഫറിങ് ദ എബോവ് ഫിഗർ. അപ്പോൾ എന്താ പറ്റുന്നത്? വെൻ light travels from a denser medium to a rare medium and the angle of incidence is greater than the critical angle, then the light will bend more than 90 degree and it will pass to the same medium from which the light is coming.
ഇതാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ 42 ഡിഗ്രി ഫിഗർ 6 ഡെഫിനിഷൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫിനോമിനൻ ഓഫ് ലൈറ്റ് ഈസ് മെയ്ഡ് യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ? ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത് എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനനാണ്. സോ ഇതാണ് സംഭവം. ഒരു പ്രത്യേക ഇവിടെ 2 ലെയർ മെറ്റീരിയൽ ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്, ക്ലാഡിങ്ങും ഉണ്ട്. നമുക്കിതിൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ. ഇന്നർ കോർ എന്ന് പറയുന്നത് എന്താണ്? ഡെൻസർ മീഡിയവും ഇന്നർ കോർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയവും, ക്ലാഡിംഗ് എന്ന് പറയുന്ന റെയർ മീഡിയം ആണ്. അപ്പോൾ ലൈറ്റ് ഡെൻസിൽ നിന്ന് റെയറിൽ പോകുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ, തട്ടി റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഇതാണെന്ത്? ഒപ്റ്റിക് ഫൈബർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും പ്രീവിയസ് ചോദ്യമാണ്. ഒബ്സർവ് ദ ഫിഗർ. എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം മീഡിയം 1 ടു മീഡിയം 2. മീഡിയം 1ൽ നിന്ന് മീഡിയം 2ലോട്ട് എന്ത് ചെയ്യുന്നു? ഒരു റേ ഓഫ് ലൈറ്റ് പോയിരിക്കുകയാണ്. പോയിക്കോട്ടെ. എന്താ അവിടെ പറ്റുന്നത്? ഫൈൻഡ് ഔട്ട് വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇവിടെ നോക്കി കാണാൻ പറ്റും. ഹിയർ ദ റേ ഓഫ് ലൈറ്റ് ഈസ് ബെൻഡിങ് എവേ ഫ്രം ദ നോർമൽ. സോ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയർ മീഡിയം. സോ എന്തായിരിക്കും? സെക്കൻഡ് മീഡിയം 2 എന്ന് പറയുന്നത് റെയർ മീഡിയമാണ്. പക്ഷേ ചോദിച്ചേക്കുന്നത് ഏതാണ്? ഒപ്റ്റിക്കലി ഗ്രേറ്റർ ഡെൻസിറ്റി ഉള്ള മീഡിയം അല്ലേ. അപ്പോൾ ഏതാണത്? അപ്പോൾ ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് മീഡിയം 2 അല്ല, മീഡിയം 1 ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഉത്തരം മീഡിയം 1 ആണ് ആൻസർ. എക്സ്പ്ലെയിൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് നമ്മൾ എന്ത് ചെയ്തു? തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ മീഡിയം 1-നാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താണ്? എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 മീഡിയം വിത്ത് റെസ്പെക്ട് വാക്യൂമിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ചോദ്യം, ദ റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് ഡിഫറൻറ്റ് മെറ്റീരിയൽസ് ആർ ഗിവൺ. ഫൈൻഡ് ഔട്ട് ദ മീഡിയം ത്രൂ വിച്ച് ദ ലൈറ്റ് പാസ് വിത്ത് മാക്സിമം സ്പീഡ്. ലൈറ്റ് ഏത് മീഡിയത്തിൽ കൂടിയാണ് മാക്സിമം സ്പീഡിൽ പോകുന്നത്? സോ മാക്സിമം സ്പീഡ് എന്ന് വെച്ചാൽ വെലോസിറ്റി കൂടുതൽ. വെലോസിറ്റി കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവെന്നാണ് അർത്ഥം. ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം ഏതാണ്? വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് വാട്ടർ ആണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്നാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിക്കോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.52, 1.47, 1.47, 1.33, 1.62. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലേ. ഒരു മീഡിയം എത്രത്തോളം ഡെൻസർ ആണെന്ന് ആര് കാണിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിക്കും. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ് ആർക്കാണോ അവർക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറവ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ ഏറ്റവും കുറവ് 1.33 വാട്ടറാണ്. അപ്പോൾ വാട്ടറാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ശരി, വാട്ടറാണ് ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലൈറ്റ് ഫാളിംഗ് ഓൺ 2 ഡിഫറൻറ്റ് മീഡിയംസ് ആർ ഷോൺ. വിച്ച് മീഡിയം ഹാസ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? വൈ? കണ്ടോ, നമുക്ക് സിമ്പിളാണല്ലേ. എയറിൽ നിന്ന് മീഡിയം 1ലോട്ട് പോകുമ്പോഴത്തേക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. എന്നാൽ രണ്ടാമത്തിലോട്ട് പോയപ്പോൾ എത്രയാണത്? അത് 30 ഡിഗ്രിയാണ്. അപ്പോൾ നോക്കിയേ, ബെൻഡിങ് കൂടുതൽ ആർക്കാണോ അവർക്കാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മീഡിയം 1-നാണ്. കാരണം എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതൽ എവിടെയാണ്? മീഡിയം 1-ലാണ്. കാരണം എത്രത്തോളം ലൈറ്റ് ബെൻഡ് ചെയ്യുന്നു, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിൽ പോകുമ്പോൾ നോർമലി പോകേണ്ട പാത്തിൽ നിന്നും എത്രത്തോളം ബെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എത്രത്തോളം കൂടുന്നു അത്രത്തോളം നന്നായിട്ട് ബെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് പറ്റി? ഒന്നാമത്തേലാണ് നല്ല രീതിയിൽ എന്ത് ചെയ്തത്? ബെൻഡ് ചെയ്തത് 20 ഡിഗ്രി ബെൻഡായി. രണ്ടാമത്തേൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ ബെൻഡിങ് കൂടുതൽ ഒന്നാമത്തെ മീഡിയത്തിലായതുകൊണ്ട് തന്നെ മീഡിയം 1 ആണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത്. വിച്ച് മീഡിയം ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അത് ആർക്കാണ്? മീഡിയം 1-നാണ്. കാരണം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി ആൾക്ക് തന്നെയാണ് എന്ത്? ഇതും കൂടുതൽ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇൻ ദ ടേബിൾ ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സർട്ടൻ ട്രാൻസ്പാരൻറ്റ് മീഡിയസ് ആർ ഗിവൺ. കുറേ ട്രാൻസ്പാരൻറ്റ് മീഡിയം ആയിട്ടുള്ള എയർ, വാട്ടർ, കെറോസിൻ, ടർപ്പൻറ്റൈൻ ഓയിൽ, ക്രൗൺ ഗ്ലാസ്, ഡയമണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. ഓരോതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ചോദ്യം, ഫൈൻഡ് ഔട്ട് ഫ്രം ദ ടേബിൾ ദ മീഡിയം ഓഫ് ഹയർ ആൻഡ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ആണ്. ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ആർക്കാണ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്? അത് ഡയമണ്ടാണ്. ഓക്കെ, ആർക്കാണ്? ഡയമണ്ടാണ്. ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ആർക്കാണ്? അത് എയറിനാണ്. ആർക്കാണ്? എയറിനാണ്. ഇഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3 × 10⁸, വാട്ട് വിൽ ബി ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ കെറോസിൻ? ഓക്കെ, അപ്പോൾ കെറോസിനിൽ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ എന്ന് പറയുന്നത് എത്രയാണ്? 1.44 ആണ്. ഈ 1.44 നമുക്ക് എങ്ങനെ കിട്ടി? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. അപ്പോൾ എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എങ്ങനെ കിട്ടി? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയറിനെ നമ്മൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 1.44 കിട്ടിയത്. അതായത് 1.44 ഇസ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ. ഞാൻ VK എന്ന് എഴുതുകയാണ്. എന്തെന്ന് എഴുതുകയാണ്? VK. ഞാൻ താഴത്തെ ഒന്ന് മായ്ക്കുകയാണ്.
ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ താഴത്തൊന്ന് മാറ്റോട്ടെ. ശരി, നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ ഈസ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ എന്താണ് 1.44 ആണ്. സോ സിമ്പിളായിട്ട് നമുക്ക് 3/1.44 ചെയ്യാം. സോ അറൗണ്ട് 2.08 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്താ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താ നമ്മുടെ എന്തെന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് ദ നോർമൽ ഓർ അവേ ഫ്രം ദ നോർമൽ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു ഡയമണ്ട്? അപ്പോൾ ലൈറ്റ് എയറിൽ നിന്ന് എങ്ങോട്ട് പോവുകയാണ്? ഡയമണ്ടിലോട്ട് പോവുകയാണ്. എങ്ങോട്ട് പോവുകയാണ്? ലൈറ്റ് എയറിൽ നിന്ന് ഡയമണ്ടിലോട്ട് പോവുകയാണ്. എയറിൽ നിന്ന് ഡയമണ്ടിലോട്ട് പോകുന്ന സമയത്ത് എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. ഇവിടെ എയർ എന്ന് പറയുന്ന റെയർ മീഡിയവും ഡയമണ്ട് എന്ന് പറയുന്ന ഡെൻസ് മീഡിയമാണ്. അപ്പോൾ എന്ത് പറ്റും? ലൈറ്റ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? റെയർ ചെയ്യുന്ന ഡെൻസിലോട്ടാണ്. സോ ടുവേർഡ്സ് ദ നോർമലാണ് എന്ത് ചെയ്യുന്നത്? ബെൻഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ഉത്തരം എന്താണ്? ടുവേർഡ്സ് ദ നോർമലാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡി പാർട്ട് നോക്കാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.42. വാട്ട് ഡു യു മീൻ ബൈ ദിസ്? കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഡയമണ്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് 2.42 മീൻസ് എന്താണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ഈസ് 2.42 ടൈംസ് ലെസ് ദാൻ ദ സ്പീഡ് ഇൻ എയർ. എയറിൽ ലൈറ്റ് പോകുന്ന സ്പീഡിനേക്കാൾ 2.42% കുറവാണ് എവിടെ കൂടെ പോകുമ്പോൾ? ഡയമണ്ടിലൂടെ ലൈറ്റ് പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് മനസ്സിലായി. എന്താണ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.4 എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ്. നിങ്ങൾ എഴുതിയെടുത്തോളുക. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ഈസ് 2.42 ടൈംസ് ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ. ഓക്കെ, അതായത് 2.42 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ രണ്ടാമത്തെ പാർട്ടിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്? സ്പീഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം N ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എങ്ങനെയാണ്? C/V ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ C നമുക്കറിയാം 3 × 10⁸ ആണ് ബൈ V എന്ന് വെച്ചാൽ ഡയമണ്ട് ലൈറ്റിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് V കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 3 × 10⁸ ഡിവൈഡഡ് ബൈ 2.42 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? 3 ഡിവൈഡഡ് ബൈ 2.42. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1.23 എന്ന് കിട്ടും. എത്ര കിട്ടും? 1.23 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്ത് ഡയമണ്ടിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി. അപ്പോൾ നോക്കിയ 3 × 10⁸ ഏതാണ്ട് 2.42 മടങ്ങ് കുറവാണ് 1.23 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ? എന്താണത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ ആണ് എന്താണെന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബറിനകത്തുള്ളത്. പെരിസ്കോപ്പ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? പെരിസ്കോപ്പ് നിങ്ങൾക്ക് അറിയാം അല്ലേ? നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അണ്ടർ വാട്ടറിൽ നിന്ന് സർഫസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സബ്മറീൻ നാവിഗേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെരിസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് പ്രിൻസിപ്പൽ ഈസ് പ്രൈമർലി യൂസ്ഡ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് എ പെരിസ്കോപ്പ്? വീണ്ടും ഒരിക്കൽ പറഞ്ഞ ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഹൗ മെനി മിറേഴ്സ് ആർ ജനറലി യൂസ്ഡ് ഇൻ എ സിമ്പിൾ പെരിസ്കോപ്പ്? ഓക്കെ, പെരിസ്കോപ്പ് സിമ്പിൾ ഡിസൈൻ നമുക്ക് 2 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കേഴ്സ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസ് മീഡിയം ടു എ റെയർ മീഡിയം. ഓക്കെ, ഡെൻസിൽ നിന്ന് റെയറിൽ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സംശയം വരാൻ കുറേ ടോപ്പിക്കുകൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടില്ല? ടച്ച് ചെയ്തിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇന്ന് ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാർട്ട് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ട് അറിയിക്കുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ വീണ്ടും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് കമൻറ്റായിട്ടോ ഒരു ലൈക്കായിട്ടോ ഒക്കെ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ചാനലിൽ ജോയിൻ ചെയ്യാൻ അറിയാമല്ലോ, ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറിയാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ.